Hello friends, welcome to the lecture series of Growth and Development in Economics, 3rd semester, core course, MA Economics, School of Distance Education. The major contents of this subject include the Module 1, we mainly focus on the major concepts and measurements of economic growth and development, and the second module deals with theories of economic growth and development. Third module focus on partial theories of economic growth. Fourth module, we discuss the various stage theories of economic development. And the final module deals with financing economic development. Module 1, Concepts and Measurements of Economic Growth and Development. നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ മൊഡ്യൂൾ 1 നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൺസെപ്റ്റ്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, then indicators of economic development, then national income. It measures the per capita income, physical quality of life index, human development index, gender development index, human poverty index and deprivation index. Then measures of inequality. അതിൽ വരുന്നതാണ് കുസ്നെറ്റ്സ് ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തസിസ്, ലോറൻസ് കർവ് ആൻഡ് ഗിനി കോഫിഷ്യൻ, അറ്റ്കിൻസൺ, തെയിൽ, പാൽമാർ റേഷ്യോ. Then, first of all, the concepts of growth and development. നമുക്കറിയാം നമ്മുടെ ഇക്കോണമിയിൽ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കാം. ഫോർ എ കോമൺ മാൻ ദ ടേം എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ആർ സിനോണിമസ്. അല്ലേ, രണ്ട് കോൺസെപ്റ്റുകളും നമുക്ക് ഏകദേശം ഒരുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഫോർ എ ലോങ് ടൈം ടിൽ 60s the term economic development and economic growth were often interchangeably used. It is not so anymore. ഈ രണ്ട് ടേമുകളും നമ്മൾ ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട് ഇൻ 1960s. പക്ഷേ ഇത് രണ്ട് കോൺസെപ്റ്റും ഡിഫറെൻ്റ് ആണ് താനും. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് മോർ എക്സ്റ്റെൻസീവ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇൻ മീനിങ് ദാൻ എക്കണോമിക് ഗ്രോത്ത്. ആ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. Then first of all, what is economic growth? Economic growth is referred to the increase of per capita real gross domestic product over a period of time. അതായത് നമ്മുടെ GDPയിൽ ഉണ്ടാകുന്ന പേഴ്സൻറ്റേജ് ഇൻക്രീസ് അനുസരിച്ചാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്തിനെ മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റാണ്. അത് ഓട്ടോമാറ്റിക് ആണ്. ആൻഡ് ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും റിയൽ GDP ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ഇൻക്രീസ് ദ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദി എക്കോണമി. അല്ലേ, നമ്മുടെ എക്കോണമിയുടെ GDP കൂടുക എന്ന് പറയുമ്പോൾ നമ്മുടെ എക്കോണമിയിലെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂടുന്നുണ്ട്. അതിലൂടെ നമുക്ക് റൈസിങ് ദ നാഷണൽ ഔട്ട്പുട്ട് വർദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ആളുകളുടെ ജീവിത നിലവാരം, ഇൻകം ആൻഡ് ലിവിങ് സ്റ്റാൻഡേർഡ് കൂടുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യുന്നത് എക്കണോമിക് ഗ്രോത്തിലൂടെയാണ്. എക്കണോമിക് ഗ്രോത്ത് ക്യാൻ ഒക്കർ ഫ്രം 2 മെയിൻ ഫാക്ടേഴ്സ്. എക്കണോമിക് ഗ്രോത്ത് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും 2 ഫാക്ടേഴ്സിലൂടെയാണ്. The first factor, the increased use of resources such as land, labor, capital and entrepreneurial resources due to improvements in technology. ഇപ്പോൾ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റിസോഴ്സസിലുണ്ടാകുന്ന വർധനവ്, ഇപ്പോൾ ലാൻഡിലായിക്കോട്ടെ, ലേബറിലായിക്കോട്ടെ, ക്യാപിറ്റലായിക്കോട്ടെ, എൻ്റർപ്രനോറിയൽ റിസോഴ്സസ് ആയിക്കോട്ടെ, ഇതിലെല്ലാം നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വർധന. ആൻഡ് ദ സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ദി ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് റിസോഴ്സസ്. ഓൾറെഡി ഉള്ള റിസോഴ്സസിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നു യൂസ് ത്രൂ ഇൻക്രീസ്ഡ് ലേബർ ആൻഡ് ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി. ക്യാപിറ്റൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും ലേബർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് റിസോഴ്സസിൽ ഉണ്ടാകുന്ന വർധനവ്. ഈ 2 ഫാക്ടേഴ്സാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്തിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് അത് വാല്യൂ റേസിംഗ് കോൺസെപ്റ്റാണ്. എന്തൊക്കെയാണോ നമ്മുടെ എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ റേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് ദ കൺസെപ്റ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഈസ് ജനറലി റേസ് ടു ദി ഡെവലപ്പിംഗ് കൺട്രി ലൈക്ക് ഇന്ത്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ്സ് എ റാപ്പിഡ് പ്രോസസ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ആസ് വി ഓൾ നോ, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് എ ബ്രോഡർ കോൺസെപ്റ്റ് ദാൻ എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നാൽ ഒരു ലോങ് പീരീഡിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ് കാരണം
നമ്മുടെ എക്കോണമിയിലെ റിയൽ നാഷണൽ ഇൻകത്തിന് അകത്ത് വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് റൈസ് ഇൻ റിയൽ നാഷണൽ ഇൻകം ഡ്യൂ ടു സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ലോങ് പീരിയഡ്. ഇറ്റ്സ് എ സ്ലോ പ്രോസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡെവലപ്മെന്റ് റിഫ്ലെക്ട്സ് സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോഗ്രസ് ആൻഡ് റിക്വയർസ് എക്കണോമിക് ഗ്രോത്ത്. അതായത് ദ സ്കോപ്പ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് എ ബ്രോഡർ കോൺസെപ്റ്റ്. എക്കണോമിക് ഡെവലപ്മെന്റ് പ്രധാനമായിട്ടും നോക്കുന്നത് ലൈഫ് എക്സ്പെക്റ്റൻസി, ഹ്യൂമൻ ഡെവലപ്മെന്റ്, പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സഫിഷ്യൻറ്റ് കണ്ടീഷൻ ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ നെസസറി കണ്ടീഷൻ ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ്. അതായത് നമുക്ക് പറയാം, ഇൻ കോൺട്രാസ്റ്റ് എക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് പ്രോസസ് ആണ് ആൻഡ് റിഫേഴ്സ് ടു structural changes in economic and social infrastructure in the economy which allows an increase in the standard of living in a nation's population. നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാവുന്ന സോഷ്യൽ ചേഞ്ചസ്, ദെൻ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതിലൂടെ നമ്മുടെ എക്കോണമി, നാഷൻസിൻ്റെ പോപ്പുലേഷൻ, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈറ്റൽ ആൻഡ് നെസസറി കണ്ടീഷൻ ഫോർ ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നെസസറി കണ്ടീഷനാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ സഫിഷ്യൻറ്റ് കണ്ടീഷൻ ആസ് ഇറ്റ് കനോട്ട് ഗ്യാരണ്ടി ഡെവലപ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ദ കൺസെപ്റ്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് ജനറലി യൂസ്ഡ് ബൈ ദി ഡെവലപ്ഡ് കൺട്രി ലൈക്ക് UK, USA, UKയുടെ കേസെല്ലാം എക്കണോമിക് ഡെവലപ്മെൻറ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉള്ള കൺട്രീസാണ്. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം പ്രോസസ്സാണ്. ഒരു ലോങ് ടേം പ്രോസസ്സിലൂടെയാണ് ഇത് ഉണ്ടാകുന്നത്. അത് ഒരു സ്ലോ പ്രോസസ്സും കൂടിയാണ്. Next, we are going to discuss the various definitions raised by different economies related to the concept of growth and development. First of all, according to Amartya Sen, development is about creating freedom for people and removing obstacles to greater freedom. Greater freedom enables people to choose their own destiny. Obstacles to freedom and hence to development include poverty, lack of economic opportunities, corruption, poor governance, lack of education, and lack of health. Some leading economists have drawn a line of demarcation between economic development and economic growth. അമർത്യ സെന്നിൻ്റെ അഭിപ്രായത്തിൽ വികസനം ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം സൃഷ്ടിക്കുകയും കൂടുതൽ സ്വാതന്ത്ര്യത്തിനുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നതാണ്. അതായത് കൂടുതൽ സ്വാതന്ത്ര്യം ആളുകളെ സ്വന്തം വിധി ഓർ അവർ ഓൺ ഡെസ്റ്റിനി തിരഞ്ഞെടുക്കാൻ പ്രാപ്തരാക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. സ്വാതന്ത്ര്യം, അതിനാൽ വികസനത്തിന് തടസ്സങ്ങൾ ദാരിദ്ര്യം, സാമ്പത്തിക അവസരങ്ങളുടെ അഭാവം, അഴിമതി, മോശം ഭരണം, വിദ്യാഭ്യാസത്തിന്റെ അഭാവം, ആരോഗ്യത്തിന്റെ അഭാവം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ചില പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്നത് സാമ്പത്തിക വികസനവും സാമ്പത്തിക വളർച്ചയും, അതായത് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഇത് തമ്മിലുള്ള ഒരു അതിർത്തി നിർണ്ണയത്തിന്റെ ഒരു രേഖ വരച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു പ്രൊഫസർ ഷൂംപീറ്റർ, ഡെവലപ്മെന്റ് ഈസ് എ ഡിസ്കണ്ടിന്യൂസ് ആൻഡ് സ്പോണ്ടേനിയസ് ചേഞ്ചസ് ഇൻ ദ സ്റ്റേഷനറി സ്റ്റേറ്റ് which forever alters and displaces the equilibrium state previously existing, while growth is gradual and steady changes in the long run, which comes about by a general increase in the rate of saving and population. ഷൂംപീറ്ററിന്റെ അഭിപ്രായത്തിൽ വികസനം ഒരു നിശ്ചലമായ അവസ്ഥയിൽ തുടർച്ചയായതും സ്വതസിദ്ധവുമായൊരു മാറ്റമാണെന്നാണ്. അത് മുമ്പ് നിലവിലുണ്ടായിരുന്ന സന്തുലിതാവസ്ഥയെ എന്നേക്കുമായിട്ട് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യുന്നു. വളർച്ച എന്ന് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ക്രമാനുഗതവും സ്ഥിരവുമായ മാറ്റമാണ്. അത് ലാഭത്തിൻ്റെയും ജനസംഖ്യയുടെയും നിരക്കിൽ ഒരു പൊതുവായ വർധനവ് വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. Next definition was given by Dr. Bright Singh. According to Dr. Bright Singh, economic development is a multi-dimensional phenomenon. It involves not only increase in money income but also improvement in real habits like education, public health, greater leisure, and in fact all the social and economic circumstances that makes for a fuller and happier life. On the contrary, in case of economic growth, here is increase in national income alone. There are no structural changes in the economy. ഡോക്ടർ ബ്രൈറ്റ് സിംഗിൻ്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക വികസനം ഓർ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡയമെൻഷണൽ പ്രോസസ്സാണ്, ഒരു ബഹുതല പ്രതിഭാസമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ
പണം വരുമാനം വർദ്ധിപ്പിക്കുക മാത്രമല്ല നമ്മുടെ റിയൽ ഹാബിറ്റ്സ് ആയിട്ടുള്ള വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, അതായത് ലെഷർ, യഥാർത്ഥത്തിലും പൂർണ്ണവും സന്തുഷ്ടമായൊരു ജീവിതം സൃഷ്ടിക്കുന്ന എല്ലാ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തൽ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. മറിച്ച് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ ദേശീയ വരുമാനത്തിൽ മാത്രമാണ് വർധനവുള്ളത്. സമ്പദ് വ്യവസ്ഥയിലൊരു ഘടനാപരമായ മാറ്റങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അതായത് on the contrary, in case of economic growth, here is increase in national income alone. There are no structural changes in the economy. Then Ada Levis, in his The Theory of Economic Growth, writes that most often we shall refer only to growth, but occasionally for the sake variety to progress or development. Economic growth is a necessary but not sufficient condition of economic development. Ada Levis തൻ്റെ സാമ്പത്തിക വളർച്ചയുടെ സിദ്ധാന്തത്തിൽ പറയുന്നത് മിക്കപ്പോഴും ഇവർ ഗ്രോത്തിനെ മാത്രമേ പരാമർശിക്കുന്നുള്ളൂ എന്നതാണ്. എന്നാൽ ഇടയ്ക്കിടെ ഒരു ഡിഫറൻസിന് വേണ്ടിയിട്ട്, വൈവിധ്യത്തിന് പുരോഗതിക്ക് വേണ്ടിയിട്ട്, വികസനത്തിന് വേണ്ടിയിട്ട് എക്കണോമിക് ഗ്രോത്തും കൂടിയും ഡെവലപ്മെൻറ്റും കൂടിയും നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. എക്കണോമിക് ഗ്രോത്ത് ഈസ് നെസസറി ബട്ട് നോട്ട് എ സഫിഷ്യന്റ് കണ്ടീഷൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. Here, Amartya Sen points out economic growth is one aspect of the process of economic development. Economic growth and development can vary from different countries, depending on their level of income, quality of life, environmental quality, and the government's involvement within the economy. അമർത്യ സെൻ പറയുന്നത് സാമ്പത്തിക വളർച്ച സാമ്പത്തിക വികസന പ്രക്രിയയുടെ ഒരു വശമാണെന്നാണ്. അതായത് സാമ്പത്തിക വളർച്ചയും വികസനവും, എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വിവിധ രാജ്യങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അവരുടെ വരുമാനത്തിന്റെ നില, ജീവിത നിലവാരം, പാരിസ്ഥിതിക ഗുണനിലവാരം, അപ്പോൾ ഇതെല്ലാം സമ്പദ് വ്യവസ്ഥയ്ക്കുള്ളിൽ സർക്കാരിൻ്റെ ഇടപെടൽ എന്നിവയെ ആശ്രയിച്ച് വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുമെന്നാണ് അമർത്യ സെൻ പറയുന്നത്. Thus, economic growth is related to a quantitative sustained increase in the country's national income or output. അങ്ങനെ സാമ്പത്തിക വളർച്ച രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം അല്ലെങ്കിൽ ഉൽപ്പാദനം ഒരു അളവറ്റ സുസ്ഥിര വർധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. That is, economic growth is related to the quantitative sustained increase in the country's national income or output. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ സാമ്പത്തിക വികസനം സാമ്പത്തിക വളർച്ചയേക്കാൾ ഒരു വിശാലമായ ഒരു ആശയമാണ് എന്നുള്ളതാണ്. ഇറ്റ്സ് എ broader concept than economic growth. It is taken to mean growth plus change. And the next we are going to discuss the difference between growth and development. നമ്മൾ ഗ്രോത്ത് എന്താണെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു, ഡെവലപ്മെൻറ്റ് എന്താണെന്നും പറഞ്ഞു, അതിൻ്റെ ഡിഫറെൻറ്റ് ആർഗ്യുമെൻറ്റ്സ്, ഫാക്ടേഴ്സ്, ഡെഫിനിഷൻസ് ഇതെല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഫോക്കസ് ചെയ്യാവുന്ന രീതിയിൽ വാട്ട് ആർ ദി മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 10 പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് economic growth mainly measure the changes in the quantitative aspect. But on the other hand, economic development measure the changes in the qualitative aspect. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് എക്കണോമിക് ഗ്രോത്ത് നമ്മൾ പ്രധാനമായിട്ടും ആർഗ്യൂ ചെയ്യുന്നത്. അതായത് നമ്മുടെ GDP ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ഇൻക്രീസ് അനുസരിച്ചാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്തിനെ മെഷർ ചെയ്യുന്നത്. ബട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു ലോങ് ടേം പ്രോസസ്സാണ്. ക്വാളിറ്റേറ്റീവ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, ഇൻഫ്രാസ്ട്രക്ചറൽ ചേഞ്ചസ് എല്ലാം എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് ഈസ് നോട്ട് കണ്ടിന്യൂസ്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഗ്രോത്ത് ആസ്പെക്റ്റിൽ തന്നെ ഫോക്കസ് ചെയ്യണമെന്നില്ല. പല വേരിയേഷൻസ് ഉണ്ടായിരിക്കാം. ഗ്രോത്ത് ചിലപ്പോൾ കൂടാം, പെർ ക്യാപിറ്റ ഇൻകത്തിലും നാഷണൽ ഇൻകത്തിലും എല്ലാം വേരിയേഷൻസ് സംഭവിക്കാം. അപ്പോൾ അത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം, ഗ്രോത്ത് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം. ദാറ്റ് നോട്ട് കണ്ടിന്യൂസ് പ്രോസസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ് അല്ലേ. എക്കണോമിക് ഡെവലപ്മെൻറ്റ് അതായത് ഒരു ലോങ് ടേം പ്രോസസ്സിലൂടെ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ദെൻ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് മൂന്നാമത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ നാരോ കോൺസെപ്റ്റാണ്. വളരെ നാരോ കോൺസെപ്റ്റാണ് എക്കണോമിക് ഗ്രോത്ത്. ബട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി വൈഡ് ആൻഡ് കോംപ്രഹെൻസീവ് മെഷർമെൻ്റ് ആണ്. വാസ്റ്റ് ആൻഡ് വൈഡ് ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് പോയിന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ചേഞ്ചസ് ഇൻ പാർട്ടിക്കുലർ ആസ്പെക്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എക്കണോമിക് ഗ്രോത്ത് പ്രധാനമായിട്ടും ഒരു പാർട്ടിക്കുലർ ആസ്പെക്റ്റിനെ കുറിച്ച് മാത്രമേ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള എല്ലാ എക്കോണമിയെക്കുറിച്ചും എല്ലാ ചേഞ്ചസിനെ കുറിച്ചും ഓവറോൾ ചേഞ്ചസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്.
എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രക്ചറലാണ്. ബേസിക് സ്ട്രക്ചറിനനുസരിച്ച് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിൽ വേരിയേഷൻസ് വരാം. ബട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഫങ്ഷണൽ അല്ലേ? അതിൽ ചേഞ്ചസ് വരാൻ കുറച്ച് ടൈം എടുക്കും. ഫങ്ഷണൽ ആസ്പെക്റ്റുകളാണ്. ദെൻ എക്കണോമിക് ഗ്രോത്ത് ഈസ് എ യൂണി ഡയമെൻഷണൽ ആസ്പെക്റ്റ്. ബട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് എ മൾട്ടി ഡയമെൻഷണൽ ആസ്പെക്ട്സ്. എക്കണോമിക് ഗ്രോത്തിൽ നമ്മൾ വളരെ കുറച്ച് ഫാക്ടേഴ്സാണ് ഡീൽ ചെയ്യുന്നത് അല്ലേ? ഒരുപാട് ഫാക്ടേഴ്സ് ഡീൽ ചെയ്യുന്ന എക്കണോമിക് ഡെവലപ്മെൻറ്റിലാണ്. ഒരുപാട് ആസ്പെക്റ്റുകൾ നമ്മൾ പഠിക്കുന്നത്. ദെൻ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആസ്പെക്റ്റാണ്. പക്ഷേ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ ആസ്പെക്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ആസ്പെക്റ്റ്, ഒരുപാട് ആസ്പെക്റ്റുകൾ എക്കണോമിക് ഗ്രോത്ത് ഡെവലപ്മെൻറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. എക്കോണമിയിൽ എത്തരത്തിലുള്ള ചേഞ്ചസും സംഭവിക്കാം. ബട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് നെസസറിയാണ്, ബട്ട് നോട്ട് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ഡെവലപ്മെൻറ്റ്. ദെൻ എക്കണോമിക് ഗ്രോത്ത് ഈസ് എ റാപ്പിഡ് പ്രോസസ്സ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ എക്കോണമിയിൽ മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ്. റാപ്പിഡ് പ്രോസസ്സാണ്. പക്ഷേ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അത് സ്ലോ പ്രോസസ്സാണ്, ഒരു ലോങ് ടേം പ്രോസസ്സാണ്. ദെൻ ദ ലാസ്റ്റ് പോയിന്റ് ഷോർട്ട് ടേം പ്രോസസ്സ്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ടേം പ്രോസസ്സിലൂടെ സംഭവിക്കുന്നതാണ്. ദെൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലോങ് ടേം പ്രോസസ്സാണ്. അപ്പോൾ ഇതിനെ എല്ലാ പോയിന്റ് ഓഫ് വ്യൂവിനും നമ്മൾ ഒറ്റ സ്ലൈഡിൽ സമ്മറൈസ് ചെയ്തുകൊണ്ട് പറയുകയാണ്. ഇൻ സം ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആർ കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ അല്ലേ? ദർ ക്യാൻ ബി നോ സസ്റ്റെയിൻഡ് എക്കണോമിക് ഗ്രോത്ത് without extensive changes through the economy, and it is difficult to see how there could be any substantial development without any increase in the economy's ability to produce welfare, enhancing goods and services. അപ്പോൾ ഇത്രയാണ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് തമ്മിലുള്ള മേജർ സിമ്പിളായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതെന്തായാലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൊടുത്തതാണ്. നമുക്ക് എന്തായാലും എക്സാമിന് ചോദിക്കും. ഇത്തരത്തിൽ പോയിന്റ് വൈസ് ആക്കി എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. Next, we are going to discuss what are the major indicators of economic development. Economic development indicators-നെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. Economic development നമ്മൾ പറഞ്ഞു, it's a long process in which several forces or factors work together to bring about an economic change for the betterment. അല്ലേ? ഒരുപാട് ഫാക്ടേഴ്സ് എക്കണോമിക്കലി ആയിക്കോട്ടെ, സോഷ്യലി ആയിക്കോട്ടെ, പൊളിറ്റിക്കലി ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ എക്കണോമിക് ചേഞ്ച്, നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാകുന്ന എക്കണോമിക് ചേഞ്ചസ് എല്ലാം കുറച്ചുകൂടി ബെറ്റർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു ലോങ് ടേം പ്രോസസ്സിലൂടെ മാത്രമേ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഹെൻസ് no single method of measurement of economic development can be adopted. That is why different methods of measurement of economic development have been floated by different economists. ഒരുപാട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് മെഷേഴ്സ് ഡിഫറെൻറ്റ് എക്കോണമിസ്റ്റുകൾ ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, പെർ കാപ്പിറ്റ ഇൻകം, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് PQLI, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് HDI, ജെൻഡർ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് GDI, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് ആൻഡ് ഡിപ്രൈവേഷൻ ഇൻഡെക്സ്. ഇതൊക്കെയാണ് മേജർ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇനി ഇതിലെ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP. ഒരു രാജ്യത്തിൻ്റെ വികസനത്തെ അളക്കുവാനായി പലതരം ഇൻഡെക്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് GDP എന്ന് പറയുന്നത്. Gross Domestic Product GDP is the most popular and simple method of measuring economic development of a country. അതായത് GDP എന്ന് പറയുന്നത് നമ്മുടെ മോസ്റ്റ് സിമ്പിൾ ആൻഡ് മോസ്റ്റ് പോപ്പുലർ ഇൻഡിക്കേറ്റർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. GDP per capita is widely assumed to be a good indicator of a country's level of development. In simply we can say that GDP is a monetary measure of the market value of all the finished goods and services within a country in a year. അതായത് GDP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു വർഷത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും മാർക്കറ്റ് വാല്യൂവിൻ്റെ സമ്മാണ് GDP എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനിഷനിൽ 3 ഇമ്പോർട്ടൻറ്റ് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഫിനിഷ്ഡ് ഗുഡ്സ്, ദെൻ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് വിത്തിൻ എ കൺട്രി. ഫൈനൽ ഗുഡ്സ് ഓർ ഫിനിഷ്ഡ് ഗുഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫൈനൽ ഗുഡ്സ് ഓർ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് കൺസ്യൂമറിലേക്ക് എത്തുന്നതിനെയാണ്, അതായത് ഫൈനൽ സെയിൽ.
അപ്പോഴാണ് GDP കണക്കാക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, നമ്മുടെ രാജ്യത്തെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എപ്പോൾ ഒരു പ്രോഡക്റ്റ് ഓർ സർവീസ് പുറത്തേക്ക് അല്ലെങ്കിൽ കൺസ്യൂമറിലേക്ക് എത്തുന്നോ, ഒരു ഫൈനൽ കൺസംഷനിലേക്ക് വിൽക്കപ്പെടുന്നോ, അപ്പോൾ അതിൻ്റെ വാല്യൂ ബിൽഡിംഗ് ടേബിളിൽ വെച്ച് GDP അത് ആഡ് ആവും. അല്ലാതെ വേറെ ഉപയോഗത്തിനായിട്ടാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അത് GDP ആഡ് ആവുകയില്ല. Got it? So, India has the world's 6th largest economy in measures of GDP. It has the 3rd largest purchasing power in the world. When we talk about the global economy, India is one of its fastest emerging players. ഇപ്പോൾ ഇന്ത്യയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ GDP മെഷർമെൻറ്റിൻ്റെ കേസിൽ 6th ലാർജസ്റ്റ് എക്കോണമി എന്ന് വേണമെങ്കിൽ പറയാം. വേൾഡിൽ തന്നെ 3rd ലാർജസ്റ്റ് പർച്ചേസിംഗ് പവർ കൺട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്ത്യയെ വിശേഷിപ്പിക്കാം. ആൻഡ് നെക്സ്റ്റ്, നമ്മൾ ഈ GDPയുടെ ഡെഫിനേഷനിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഫൈനൽ ഗുഡ്സ്, ആൻഡ് ദ സെക്കൻഡ് കേസ് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്, ആൻഡ് ദ തേർഡ് കേസ് വിത്തിൻ എ കൺട്രി. ഫൈനൽ ഗുഡ്സ് വി ഓൾറെഡി മെൻഷൻഡ് ഇൻ ദ പ്രീവിയസ് സ്ലൈഡ്. ഫൈനൽ ഗുഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫൈനൽ ഗുഡ്സ് ഓർ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് കൺസ്യൂമറിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഫൈനൽ സെയിൽ എപ്പോഴാണ് എത്തുന്നത്, അതിനെയാണ് GDPയിലേക്ക് കണക്കാക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ദ സെക്കൻഡ് കേസ് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കൺട്രിയിൽ നടക്കുന്ന പ്രൊഡക്ഷൻ, അതേ വർഷം നടക്കുന്ന പ്രൊഡക്ഷൻ്റെ വാല്യൂ മാത്രം, അല്ലെങ്കിൽ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ മാത്രമേ GDPയിലേക്ക് കണക്കാക്കുകയുള്ളൂ. ആൻഡ് ദ തേർഡ് കേസ് വിത്തിൻ എ കൺട്രി. അതായത് വിത്തിൻ എ കൺട്രി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് GDP ഇൻക്ലൂഡ്സ് പ്രൊഡക്ഷൻ ഹാപ്പനിങ് ഇൻ ദ സെയിം കൺട്രി ഓൺലി. അതായത് നമ്മുടെ കൺട്രിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ഓർ സർവീസസിൻ്റെ വാല്യൂ മാത്രമേ GDPയിലേക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. അതായത് നമ്മൾ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ തന്നെ കൺസ്യൂം ചെയ്യുന്നു ഓർ എക്സ്പോർട്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് എങ്കിലും നമ്മുടെ പ്രൊഡക്ഷൻ നമ്മുടെ കൺട്രിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ അതിൻ്റെ വാല്യൂ GDPയിലേക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. പ്രധാനമായിട്ടും GDP കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാൽക്കുലേറ്റിംഗ് GDP, കോമൺലി ദ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ആൻഡ് ക്വാണ്ടിഫൈയിങ് GDP. Here we can compute an alternative formula to calculate GDP is GDP is equal to C plus I plus G plus export minus import, or GDP is equal to C is the consumption, I is the gross investment, G is the government spending, X and M shows exports and imports. And the next we are going to discuss types of GDP. There are mainly 2 types of GDP, that is nominal GDP and real GDP. Nominal GDP is measured in current rupees or dollars. It is the sum total of all services, goods and finished products produced in a country. അതായത് ഓരോ വർഷവും പ്രോഡക്റ്റിൻ്റെ വാല്യൂ മാത്രം ആഡ് ചെയ്യുന്നതാണ് GDP ആണ് നോമിനൽ GDP എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ വർഷം നമ്മൾ ഇപ്പോൾ 100 രൂപ ഉള്ള ഒരു പ്രോഡക്റ്റിന് ഇൻഫ്ലേഷൻ കാരണം അത് 110 രൂപയാണെങ്കിൽ അതിൽ GDP ഇൻക്രീസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇൻഫ്ലേഷനോ മറ്റു യാതൊരുവിധ ഫാക്ടേഴ്സും ഇല്ലാതെ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് GDP കൊണ്ട് അളക്കാൻ പറ്റുന്നത്. അതായത് 100-ൽ നിന്നും 110 രൂപയിലേക്ക് മാറുമ്പോൾ ഓരോ വർഷവും ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ മാത്രം ആഡ് ചെയ്യുന്ന GDP ആണ് നമ്മൾ നോമിനൽ GDP എന്ന് പറയുന്നത്. ഇതൊരു പൊള്ളയായ ഫാക്ടറാണ്. ശരിയായ ഒരു ഇക്കണോമിക് ഗ്രോത്തിനെ അളക്കാൻ നോമിനൽ GDP കൊണ്ട് സാധിക്കുന്നതല്ല. നെക്സ്റ്റ്, റിയൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, റിയൽ GDP ആണ്. റിയൽ GDP ഈസ് ആൻ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് മെഷർ ദാറ്റ് റിഫ്ലെക്ട്സ് ദ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ എക്കോണമി ഇൻ എ ഗിവൺ ഇയർ, that is expressed in base year prices, and is often referred to as constant price GDP, inflation corrected GDP or constant dollar GDP. അതായത് റിയൽ GDP എന്ന് പറയുമ്പോൾ ഒരു ബേസ് ഇയർ സെലക്ട് ചെയ്തുകൊണ്ടാണ് റിയൽ GDP മെഷർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, 2010 ബേസ് ഇയർ ആയിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് 2021 എങ്ങനെ കറണ്ട് കാൽക്കുലേഷൻ നടത്തും. അങ്ങനെ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലിയർ കട്ട് പിക്ചർ കിട്ടുന്നതാണ്. റിയൽ GDP
കൂടുമ്പോൾ മാത്രമേ ആ കൺട്രിയുടെ പ്രൊഡക്ഷൻ ആക്ച്വലി കൂടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദെൻ റിയൽ GDP പെർ കാപ്പിറ്റ ആണ്. Real GDP per capita is a measurement of the total economic output of a country divided by the number of people and adjusted for inflation. It is used to compare the standard of living between countries and over time. അതായത് റിയൽ GDP പെർ കാപ്പിറ്റ, ഇതിൽ പോപ്പുലേഷനെ കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് റിയൽ പെർ ക്യാപിറ്റ GDP കിട്ടുന്നത്. അതായത് പെർ ഹെഡിലുള്ള GDPയുടെ ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് ഓർ ഡെവലപ്മെന്റ് മെഷർ ചെയ്യാനുള്ള പെർഫെക്റ്റ് പ്രോഡക്റ്റ് ആണ് റിയൽ GDP പെർ കാപ്പിറ്റ എന്ന് പറയുന്നത്. ഡെഫിനിഷൻസ്. Several leading economists have supported this method, such as Mayer and Baldwin, Simon Kuznets, Mrs. Ursula Hicks, Samuelson, and A.C. Pigo. First of all, according to A.C. Pigo, the economic development can be measured in terms of changes in national income over time. A.C. Pigo അദ്ദേഹത്തിന്റെ അഭിപ്രായപ്രകാരം കാലക്രമേണ ദേശീയ വരുമാനത്തിലെ മാറ്റങ്ങൾ കണക്കിലെടുത്ത് സാമ്പത്തിക വികസനം അളക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. In the words of Professor Samuelson, GNP is the best measure of economic development. പ്രൊഫസർ സാമുവൽസന്റെ വാക്കുകളിൽ സാമ്പത്തിക വികസനത്തിന്റെ ഏറ്റവും മികച്ച അളവാണ് GNP എന്നുള്ളത്. Then, in the words of Mrs. Ursula Hicks, the best way of measuring economic development of a country is to convert national income in terms of real goods. Increase in real national income leads to increasing per capita income. Thus, economic development can be measured only in terms of changes in national income. മിസിസ് ഉർസുല ഹിഗ്സിന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം അളക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം റിയൽ ഗുഡ്സിന്റെ കാര്യത്തിൽ ദേശീയ വരുമാനം രഹസ്യമാക്കുക എന്നുള്ളതാണ്. അതായത് യഥാർത്ഥ ദേശീയ വരുമാനത്തിലെ വർധനവ് ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. അതിനാൽ ദേശീയ വരുമാനത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സാമ്പത്തിക വികസനം അളക്കുവാൻ കഴിയൂ എന്നുള്ളതാണ്. Thus, economic development can be measured only in terms of changes in national income. And next we are going to discuss the major criticism raised by the gross domestic product. First of all, as merely a gross measure of market activity, GDP only counts money transactions in the economy. അതായത് ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ശരാശരി വരുമാനമാണ് നമ്മൾ മാനദണ്ഡമായിട്ട് എടുക്കുന്നത്. സാമ്പത്തിക സ്ഥിതി മാത്രമാണ് GDPയുടെ കാര്യത്തിലും HDയുടെ കാര്യത്തിലൊക്കെ പ്രധാനമായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നോൺ എക്കണോമിക്കലി ആയിട്ടുള്ള, അതായത് സാമ്പത്തികമല്ലാത്ത പല മാനദണ്ഡങ്ങളും അവഗണിക്കുന്നു എന്നുള്ളതാണ്. GDP ഇഗ്നോർസ് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഔട്ട്സൈഡ് ദ റിയലം ഓഫ് മോണിറ്ററൈസ്ഡ് എക്സ്ചേഞ്ച് റിഗാർഡ്ലെസ് ഓഫ് ദി ഇമ്പോർട്ടൻസ് ടു വെൽബീയിങ്. The World Bank itself recognizes many of these problems, although they reflect the average incomes in a country. GNP per capita and GDP per capita have numerous limitations when it comes to measuring people's actual well-being. ഉദാഹരണമായിട്ട് GDPയുടെ കാര്യത്തിൽ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇൻകം ഇനീക്വാളിറ്റി, അതായത് വരുമാനത്തിൻ്റെ കാര്യത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ അടയാളപ്പെടുത്താൻ GDPയെ കൊണ്ട് സാധിക്കില്ല. അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി അളക്കാനാവുമെങ്കിലും ആ സമ്പത്ത് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് എത്രത്തോളം അഭിവൃദ്ധി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ GDPയെ കൊണ്ട് സാധിക്കുന്നതല്ല. അതായത് ഒരു സമൂഹത്തിലെ ആളുകൾ എത്രത്തോളം വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്, എത്രത്തോളം മികച്ച ആരോഗ്യം ലഭ്യമായിട്ടുണ്ട്, ഇവയൊന്നും GDP നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. They do not show how equitably a country's income is distributed. They do not account for pollution, environmental degradation and resource depletion. They do not register unpaid work alone. അതായത് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ, നമ്മുടെ ഇക്കോണമിയിൽ സംഭവിക്കുന്ന പൊല്യൂഷനെയോ എൻവയോൺമെന്റൽ ഡിഗ്രഡേഷനെയോ റിസോഴ്സ് ഡീപ്ലേഷനെ കുറിച്ചോ ഒന്നും GDPയിൽ മെഷർ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഒരു സമൂഹം സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ മറ്റു വിഷയങ്ങളും അതിനോടൊത്ത് വളർന്നിട്ടുണ്ടാവും എന്ന് അനുമാനിക്കാൻ മാത്രമേ ഇവയെ കൊണ്ട് പറ്റുകയുള്ളൂ. സോ നോൺ എക്കണോമിക്കലി ആയിട്ടുള്ള, ദാറ്റ് മീൻസ് സാമ്പത്തികമല്ലാത്ത ചില മാനദണ്ഡങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ട് പല ഇൻഡെക്സുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഗ്രോസ് ഇനീക്വാളിറ്റി ഇൻഡെക്സും PQLI തുടങ്ങിയവയൊക്കെ ഇത്തരം ഇൻഡെക്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. Then per capita income.
Another popular measure of economic development relates to an increase in the per capita real income of the economy over a period of time. Per capita income means income per head of population. In simply, we can say that it is the average personal income of the country. അതായത് ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ശരാശരി വരുമാനമാണ് ഇതിന് മാനദണ്ഡമായിട്ട് എടുക്കുന്നത്. പെർ കാപ്പിറ്റ ഇൻകം എന്ന് പറയുന്നത് ആളോഹരി വരുമാനം, ഇൻകം പെർ ഹെഡ് ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യയിലെ ഓരോരുത്തരുടെയും വരുമാനമാണ് പെർ കാപ്പിറ്റ ഇൻകം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ഏരിയ by total population living under that area. How can we calculate the per capita income of a nation? That is national income divided by population. That is, the economists are one in defining economic development in terms of an increase in per capita real income or output. So this indicator of economic development emphasizes that for economic development, the rate of increase in real per capita income should higher than the growth rate of population. Per capita income calculate ചെയ്യുന്നതിനുള്ള ഫോർമുലയാണ് PCI is equal to national income divided by population എന്ന് പറയുന്നത്. അതായത് ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ per capita income കിട്ടും. Per capita income is also a measure of the wealth of a population of a nation when compared with other countries. Then the major criticisms of per capita income. Per capita income is not a good indication of a country's development is that it does not account for improving the longevity of human life nor the quality of the environment such as pollution, environmental degradation, health, education, etc., particularly in underdeveloped countries. An increase in per capita income may not raise the real standard of living of the masses. There is another possibility of the masses remaining poor despite an increase in the real per capita income if the increased income goes to the few rich instead of going to many poor. അതായത് സാമ്പത്തിക സ്ഥിതി മാത്രമാണ് നമ്മുടെ GDPയുടെ കാര്യത്തിലായിക്കോട്ടെ പെർ കാപ്പിറ്റ ഇൻകത്തിൻ്റെ കാര്യത്തിലും മാനദണ്ഡമായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തിക സ്ഥിതി മാത്രം പോരല്ലോ, നോൺ എക്കണോമിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സമഗ്ര പുരോഗതിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിലെ ആളുകൾ എത്രത്തോളം വിദ്യാഭ്യാസം നേടുന്നുണ്ട്, അവർക്ക് എത്രത്തോളം ഹെൽത്ത് ഫെസിലിറ്റീസ് ലഭ്യമാണ്, ഇതൊന്നും നമുക്ക് പെർ കാപ്പിറ്റ ഇൻകത്തിൽ മെഷർ ചെയ്യുന്നില്ല. ദ റിയൽ പെർ കാപ്പിറ്റ ഇൻകം ഫെയിൽസ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ബേസിക് നീഡ്സ് ലൈക്ക് ന്യൂട്രീഷൻ, ഹെൽത്ത്, sanitation, housing, water, and education. The improvement in living standard by providing basic needs cannot be measured by increase in real per capita income. Economic development has traditionally been measured in terms of GDP, GNP, per capita income. But it is difficult to decide how human development is to be measured, particularly in view of its various dimensions as pointed out earlier. So, the search for comprehensive measure that could capture the various dimensions of human development led to the formulation of some measures like PQLI, HDI, Gender Empowerment Measure, Human Poverty Index, Gender Development Index. അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ എക്കണോമിക്കലി ആയിട്ടുള്ള ദാറ്റ് മീൻസ് സാമ്പത്തികമല്ലാത്ത ചില മാനദണ്ഡങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചില ഇൻഡെക്സുകൾ പഠിച്ചേ തീരൂ. അതൊക്കെയാണ് PQLI, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ജെൻഡർ എംപവർമെൻറ്റ് മെഷർ, ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സ്, ജെൻഡർ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് തുടങ്ങിയവയൊക്കെ ഇത്തരം ഇൻഡെക്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. അതായത് ഒരു സമൂഹം സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റു വിഷയങ്ങളെ കൂടി അതിനോടൊപ്പം വളർന്നിട്ടുണ്ടാവും.
എന്ന് നമുക്ക് അനുമാനിക്കാൻ മാത്രമേ ഇവിടെ പറ്റുകയുള്ളൂ. പക്ഷെ അത് റിയൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. അതായത് എഡ്യൂക്കേഷനെ കുറിച്ചും ഹെൽത്തിനെ കുറിച്ചും സാനിറ്റേഷനെ കുറിച്ചും ഹൗസിംഗ്, വാട്ടർ, ന്യൂട്രീഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ നോൺ എക്കണോമിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി മാനദണ്ഡങ്ങളായി ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യം എത്രത്തോളം ഡെവലപ്ഡ് ആയി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. And the third point, Physical Quality of Life Index, PQLI. The Physical Quality of Life Index was developed for the Overseas Development Council in the mid-1970s by Maurice David Morris in 1979 as one of the number of measures created due to dissatisfaction with the use of GNP as an indicator of development. PQLI എന്ന് പറയുന്നത് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക ഡെവലപ്പ് ചെയ്തത് മോറിസ് ഡേവിസ് മോറിസ് ഇൻ 1979 മുമ്പിൽ നമ്മൾ പ്രതിശീർഷ വരുമാനം, അതായത് പെർ കാപ്പിറ്റ ഇൻകം, GDP കണക്കാക്കിയിട്ടായിരുന്നു ഒരു രാജ്യത്തിന്റെ ആളുകളുടെ ജീവിത നിലവാരം നമ്മൾ അളന്നിരുന്നത്. ആ സമയത്ത് സാമ്പത്തിക വരുമാനം മാത്രമായിരുന്നു കണക്കാക്കിയത്. അതുതന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഡിമെറിറ്റ് എന്ന് പറയുന്നത്. PQLI might be regarded as an improvement, but shares the general problems of measuring quality of life in a quantitative way. According to Morris, Physical Quality of Life Index is a measurement of the most basic needs of the people. ഇവിടെ PQLI മെഷർമെന്റിൽ നമ്മൾ പ്രധാനമായിട്ടും ആളുകളുടെ ബേസിക് നീഡ്സിനെ കുറിച്ചാണ് മെഷർ ചെയ്യുന്നത്. As per this approach, development should be reflected in the improved economic status or the higher physical quality of life of the people. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഹയർ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ പീപ്പിളിന്റെ ബേസിലാണ്. അതായത് ഇൻകം മാത്രം മെഷർ ചെയ്യുകയല്ല ഇതിൽ ചെയ്യുന്നത്, നമ്മൾ പ്രധാനമായിട്ടും ജനറൽ പ്രോബ്ലംസും കൂടി ഡിസ്കസ് ചെയ്യുന്നു. അതായത് ലൈഫ് എക്സ്പെക്റ്റൻസി, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, ബേസിക് ലിറ്ററസി റേറ്റ് ഇതുകൂടിയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. Then indicators. The Physical Quality of Life Index is an attempt to measure the quality of life or well-being of a country. The value is the average of 3 statistics. പ്രധാനമായിട്ടും 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ബേസിക് ലിറ്ററസി റേറ്റ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, ആൻഡ് ദ തേർഡ് പോയിന്റ് ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ്. ഇൻ ദ ഫസ്റ്റ് വൺ ബേസിക് ലിറ്ററസി റേറ്റ്, ഇറ്റ് മീൻസ് any person above the age of 7 years who can read and write in any one language with an ability to understand, it is considered as literate. As per 2011 census, 74.04% literacy rate in India. അതായത് ഒരു രാജ്യത്തിന്റെ ജനങ്ങളുടെ വിദ്യാഭ്യാസം സാക്ഷരതയെ കണക്കാക്കിക്കൊണ്ട് ആ രാജ്യത്തിന്റെ നിലവാരം മനസ്സിലാക്കാൻ കഴിയും. എന്ന് വെച്ചാൽ ഒരു വ്യക്തി ലിറ്ററേറ്റ് ആണ് എന്ന് പറയുന്നതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 7 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കുട്ടിക്ക് who can read and write in any language, എഴുതാനോ വായിക്കാനോ അറിയണം. So who is considered as literate? And the second point, infant mortality rate ആണ്. It refers to the number of infants dying within 1 year of their birth out of every 1000 births. അതായത് ജനിച്ച് 1 വയസ്സിനുള്ളിൽ എത്ര കുട്ടികൾ മരിക്കുന്നു എന്നുള്ളതാണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. അതായത് 1000 ജനനം നടക്കുന്നുണ്ടെങ്കിൽ അതിൽ എത്ര മരണം ഉണ്ടാകുന്നു എന്നതിന്റെ ബേസിലാണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് മെഷർ ചെയ്യുന്നത്. Then as per 2011 census പ്രകാരം 47% infant mortality rate ആണ് ഇന്ത്യയിലുള്ളത്. Then third point, life expectancy. It means average number of years a person is expected to live. As per 2011 census, 66.8 years in India. At age 1, all equally weighted on a 0 to 1000 scale.
ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി എത്ര വർഷം ജീവിക്കുന്നു, ഇതൊരു രാജ്യത്തിന്റെ ആരോഗ്യ നിലവാരത്തെ കാണിക്കുന്നുണ്ട്. Here we can see that for each indicator the performance of individual country is ranked on a scale of 1 to 100, where 1 represents the worst performance and 100 as the best performance by any country. ഇവിടെ നമ്മൾ നോക്കുന്നത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും പെർഫോമൻസിനനുസരിച്ചാണ്. അതായത് 1 to 100 സ്കെയിൽ മെഷർമെൻറ്റിലാണ് റാങ്ക് ചെയ്യുന്നത്. ഇവിടെ 1 റെപ്രസെൻ്റ് ചെയ്യുന്നത് വേഴ്സ്റ്റ് പെർഫോമൻസ് എന്നും 100 റെപ്രസെൻ്റ് ചെയ്യുന്നത് ബെസ്റ്റ് പെർഫോമൻസ് എന്നുമാണ്. A composite index calculated by averaging these three indices, and if the index shows a rising tendency, it does means that the physical quality of life of the people is improving and hence the country concerned is developing. ഇവിടെ ഒരു കോമ്പോസിറ്റ് മെഷർമെൻറ്റ് ഇൻഡെക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ലൈഫ് എക്സ്പെക്റ്റൻസി, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, നോളജ്, ഇതിൻ്റെ 3ൻ്റെയും ആവറേജിൻ്റെ ബേസിലാണ് ദീസ് 3 ഇൻഡീസസ് ആൻഡ് ഇഫ് ദ ഇൻഡെക്സ് ഷോസ് എ റൈസിങ് ടെൻഡൻസി. ഇപ്പോൾ 3 കാര്യങ്ങളുടെയും ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും ആവറേജ് എടുത്തുകൊണ്ട് ഇതിൽ 3ഉം റൈസിങ് ടെൻഡൻസി ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ഇൻഡെക്സ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ഇറ്റ് മീൻസ് ദാറ്റ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ പീപ്പിൾ ഈസ് ഇംപ്രൂവിങ്. ദ PQLI ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലൂടെ നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദെൻ PQLI does not measure economic development and total welfare. It is only an attempt to measure the quality of life or well-being of a country. PQLI എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യുക മാത്രമല്ല, ഓർ എക്കണോമിക് വെൽഫെയർ, ടോട്ടൽ വെൽഫെയർ മെഷർ ചെയ്യുക മാത്രമല്ല, ഇറ്റ്സ് ജസ്റ്റ് ആൻ അറ്റംപ്റ്റ് ടു മെഷർ ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓർ വെൽ-ബീയിങ് ഓഫ് എ കൺട്രി. ആളുകളുടെ ജീവിത നിലവാരത്തിൻ്റെ ക്വാളിറ്റിയാണ് അവിടെ വ്യക്തമാക്കുന്നത്. Then major criticisms. Morris admit that PQLI is a limited measure of basic needs. It does not measure economic growth. Further, it does not explain the changing structure of economic and social organization. It therefore does not measure economic development. മോറിസ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു, പ്രധാനമായിട്ട് 3 ഇൻഡിക്കേറ്ററിലൂടെയാണ് മെഷർ ചെയ്യുന്നതെന്നുള്ളത്. ക്രിറ്റിസിസം ആയിട്ട് വരുന്നത് PQLI എക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലും ഒരു മെഷർമെൻറ്റ് PQLI നടത്തുന്നില്ല എന്നുള്ളതാണ്. സിമിലർലി ഇറ്റ് ഡസ് നോട്ട് മെഷർ ടോട്ടൽ വെൽഫെയർ. However, it measures the qualities of life which are essential for poor. Many societal and psychological factors like security, justice, human rights, etc. are excluded. നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള, സൊസൈറ്റിയിലെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി, ജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ്, ഇതെല്ലാം PQLI എക്സ്ക്ലൂഡ് ചെയ്യുന്നു, ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ വെൽഫെയറിനെ കുറിച്ചൊന്നും ഇത് മെഷർ ചെയ്യുന്നില്ല. അതതിൻ്റെ ഒരു പോരായ്മയാണ്. PQLI does not explain the changing structure of economics and societal development. Arbitrary weights are given to each determining factors. So despite these limitations, the PQLI can be used to identify particular region of underdevelopment and groups of society suffering from the neglect or failure of social policy. The state can take up such policies which increase the PQLI rapidly along with economic growth. And the 4th measurement of economic development, the Human Development Index, HDI. The HDI was introduced in 1990 as part of the United Nations Development Program, UNDP, to provide a means of measuring economic development in 3 broad areas like per capita income, health, and education. HDI was devised and launched by Pakistani economist Mahabul ul Haq, followed by Indian economist Amartya Sen in 1990. The HDI tracks changes in the level of development of countries over time.
നമുക്കറിയാം, വളരെ നീണ്ട കാലത്തോളം ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച അളന്നിരുന്നത് GDP അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ബേസിലായിരുന്നു. 1990 മഹബുൽ ഉൽ ഹഖ് എന്ന വിശ്വപ്രസിദ്ധനായ പാകിസ്ഥാനി ഇക്കണോമിസ്റ്റിന്റെ നേതൃത്വത്തിൽ യുണൈറ്റഡ് നാഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തിറക്കി. അതായത് സാമ്പത്തിക സ്ഥിതി മാത്രം മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അളക്കുന്നത് ശരിയല്ലെന്നും അത് മനസ്സിലാക്കാൻ ചില സാമൂഹ്യ മാനദണ്ഡങ്ങളെ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്നും വാദിച്ച എക്കോണമിസ്റ്റ് ആയിരുന്നു മഹബുൽ ഉൽ ഹഖ്. സോ അദ്ദേഹത്തിൻ്റെ ഇൻഡെക്സിൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ആ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം, ആരോഗ്യം, പെർ ക്യാപിറ്റ ഇൻകം എന്നിവയും പരിഗണനാ വിഷയമായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ 1990 ആനുവൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് മുതലാണ് HDI എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വികസന സൂചികയായി പ്രചാരം നേടിയത്. കേവലം സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ലാതെ മറ്റു മാനദണ്ഡങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായ ഒരു ധാരണ തരാൻ HDI കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, the 4 pillars of human development. Just as any building is supported by pillars, the idea of human development is supported by the concepts of equity, sustainability, productivity, and empowerment. First of all, equity. Equity refers to making equal access to opportunities available to everybody. അതായത് രാജ്യം ഒരു സമൂഹം നൽകുന്ന അവസരങ്ങൾ അവിടെ ജീവിക്കുന്ന എല്ലാ തരങ്ങളിലുമുള്ള മനുഷ്യർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ, അതാണ് ഇക്വിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ സസ്റ്റൈനബിലിറ്റി മീൻസ് കണ്ടിന്യൂറ്റി ഇൻ ദി അവൈലബിലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് വളരാനും വികസിക്കാനുമുള്ള അവസരങ്ങൾ ആളുകൾക്ക് സുസ്ഥിരമായി നൽകപ്പെടുന്നുണ്ടോ. ആൻഡ് തേർഡ് പോയിന്റ്, പ്രൊഡക്ടിവിറ്റി ഹിയർ മീൻസ് human labor productivity or productivity in terms of human work. അതായത് തൊഴിലിലൂടെ ആളുകൾക്ക് നേടാനുള്ള or സമ്പാദിക്കാനാകുന്ന പണം or സമ്പാദന ശേഷി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Then finally, empowerment means to have the power to make choices. ആളുകൾക്ക് സ്വയം തീരുമാനമെടുക്കാനും നടപ്പിലാക്കാനുമുള്ള ശേഷി അല്ലെങ്കിൽ കഴിവ്, സ്വാതന്ത്ര്യം എന്നതുകൊണ്ടാണ് എംപവർമെന്റ് ഉദ്ദേശിക്കുന്നത്. And the next, HDI categories. HDI is used to distinguish whether the country is developed, developing, and underdeveloped. So it indicates 0 to 1. A scale from 0 indicates no development to 1 means complete development. On the basis of HDI values, the countries are classified into 3 groups, namely, first one, high human development countries with HDI 0.80 and above, and the second case, medium human development countries with HDI 0.5 to 0.79, and the third case, low human development countries with HDI value below 0.50 എന്നുള്ളതാണ്. അപ്പോൾ HDI സൂചിപ്പിക്കുന്നത് പ്രധാനമായിട്ടും 0 മുതൽ 1 വരെയുള്ള സംഖ്യകളിലാണ്. 0 എന്ന് പറയുന്നത് ഏറ്റവും കുറവും 1 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലും, അതായത് കംപ്ലീറ്റ് ഡെവലപ്മെന്റ്. ഉദാഹരണമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ നിലവിലുള്ള HDI എന്ന് പറയുന്നത് 0.647 ആണ്. അപ്പോൾ ലോക രാജ്യങ്ങളിൽ നാം 129 സ്ഥാനത്താണ്. And the next, the main features of HDI. HDI, an index which is based on 3 equally weighted components. The components are, first one, longevity, and the second one, knowledge, and the third one, standard of living. In the first case, longevity is measured by life expectancy at birth, and the second point, knowledge, is measured by adult literacy and
number of years children are enrolled at school. And the third indicator, standard of living, measured by real GDP per capita at purchasing parity. പ്രധാനമായിട്ടും 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ HDI തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ലൈഫ് എക്സ്പെക്റ്റൻസി, അതാണ് ആരോഗ്യം. രണ്ടാമത്തേത് നോളജ്, വിദ്യാഭ്യാസം. മൂന്നാമത്തേത് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതായത് ജീവിത നിലവാരം. Then how to measure HDI? In the previous slide, we have already mentioned what are the major indicators of HDI. Here, we can measure how to measure HDI. The first point, a long and healthy life as measured by the life expectancy at birth. അതായത് ലൈഫ് എക്സ്പെക്റ്റൻസി ബർത്ത് എന്ന് പറയുമ്പോൾ ആയുർദൈർഘ്യം, ഇതിൻ്റെ ഇൻഡെക്സ് ആയിട്ടാണ് ഫസ്റ്റ് കേസ് എടുക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നോളജ് ആണ്. ദ നോളജ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു ദ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ആൻഡ് ദ എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങും എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങും ആണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് എടുക്കുന്നത്. മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ശരാശരി ആളുകൾ എത്ര വർഷം വിദ്യാഭ്യാസത്തിനായി ചിലവഴിക്കുന്നു എന്നുള്ളതാണ്. എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം നിലവിൽ നേടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ കണക്കുകൾ ശേഖരിച്ചുകൊണ്ട് പുതുതായിട്ട് ആ സമൂഹത്തിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി ശരാശരി എത്ര വർഷം വിദ്യാഭ്യാസത്തിനായിട്ട് ചിലവഴിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കലാണ്. ആൻഡ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുമ്പോൾ ജീവിത നിലവാരത്തെ അളക്കുന്നത് നമ്മൾ ഗ്രോസ് നാഷണൽ ഇൻഡെക്സ് പെർ കാപ്പിറ്റ, അതായത് ആളോഹരി വരുമാനത്തിൻ്റെ ബേസിലാണ്. ദെൻ ഡയമെൻഷൻ ഇൻഡെക്സ്, ഫസ്റ്റ് കേസ് ലോങ് ആൻഡ് ഹെൽത്തി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ്. ആൻഡ് ദ സെക്കൻഡ് നോളജിൽ നമ്മൾ എഡ്യൂക്കേഷൻ ഇൻഡെക്സ്. ആൻഡ് ദ തേർഡ് പോയിന്റ് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നമ്മൾ ഗ്രോസ് നാഷണൽ ഇൻഡെക്സ് ആണ് യൂസ് ചെയ്യുന്നത്. And the next we are going to find out the steps to find HDI. There are mainly 3 steps to find HDI. And the step 1, find the dimension index. അതായത് first of all we calculate the dimension index like life expectancy, education and GNI. The dimension index equation is the actual value minus minimum value divided by maximum value minus minimum value for the 3 important components. And the second step, multiply the values of 3 indices. Then the third step, find the cube root of the resultant value to get the HDI. That is the cubic root of life expectancy index into education index into GNI. And the next, countries ranking on the basis of HDI. As per the Human Development Report 2019, Norway with the HDI value of 0.957 ranks first, and Ireland with the value of 0.955 ranks second. India with the HDI value of 0.645 ranks positioned 131st terms of human development out of 189 countries for which Human Development Report 2019. Nigeria with HDI value of 0.394 occupies the last place in HDI ranking. ഇവിടെ രാജ്യങ്ങളെ HDI റാങ്കിങ്ങിൻ്റെ ബേസിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2019 പ്രകാരം നോർവേക്കാണ് HDIയിൽ റാങ്കിങ്ങിൽ ഫസ്റ്റ് വരുന്നത്, ദാറ്റ് ഈസ് 0.95. സെക്കൻഡ് അയർലാൻഡാണ് 0.955. ദെൻ ഇന്ത്യക്ക് 131ാമത്തെ പൊസിഷനാണുള്ളത്, അതായത് 0.645. നൈജീരിയ ആണ് ഏറ്റവും ലോവസ്റ്റ് വരുന്നത്, ലാസ്റ്റ് പ്ലേസിൽ 0.39. The HDI is a very useful means of comparing the level of development of countries. GDP per capita alone is clearly too narrow an indicator of economic development and fails to indicate other aspects of development such as enrollment in school and longevity.
Hence, HDI is a broader and more encompassing indicator of development than GDP, though GDP still provides 1/3 of the index. Then, HDI as a measure of human development has following advantages. HDIയുടെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The first one, besides income, the HDI measure education and health, and it is the multi-dimensional rather than one-dimensional. And the second point, it focuses the attention of the policy makers on the ultimate objective of development, not just the means. അതായത് അന്ന് വരെ ഉണ്ടായിരുന്ന പല ഇൻഡെക്സിൻ്റെയും ഡിഫിക്കൽട്ടീസ് പരിഹരിച്ചുകൊണ്ടാണ് നമ്മുടെ HDI രൂപീകരിച്ചിട്ടുള്ളത്. അതായത് നോൺ എക്കണോമിക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ലൈഫ് എക്സ്പെക്റ്റൻസി, ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇതിനെയൊക്കെ ബേസിലാണ് HDI കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു മൾട്ടി ഡയമെൻഷണൽ ആസ്പെക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. It is more meaning as a national average than GDP because there are much greater extremes in income distribution than in the distribution of life expectancy and literacy. On the fourth point, the HDI can be disaggregated by gender, ethnic group, or geographical region and in many other ways to present relevant policy measures. And the fifth point, an upward movement in HDI can be regarded as an improvement. അപ്പോൾ ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യത്തിലെല്ലാം നമ്മുടെ രാജ്യം വളരെയധികം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതൊക്കെയാണ് HDIയുടെ മേജർ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. Criticisms. Despite the widespread use of the HDI, there are a number of criticisms that can be made, including, first one, the HDI index is for a single country and as such does not distinguish between different rates of development within a country, such as between urban and traditional rural communities. ഇവിടെ HDI ഇൻഡെക്സ് ഒരു ഒറ്റ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അതായത് നഗര പരമ്പരാഗത ഗ്രാമീണ സമൂഹങ്ങൾ തമ്മിലുള്ള അതുപോലെയുള്ള ഒരു രാജ്യത്തിനുള്ളിലെ വികസനത്തിൻ്റെ വ്യത്യസ്ത നിരക്കുകൾ തമ്മിൽ അവർ വേർതിരിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു രാജ്യത്തിനുള്ളിലെ ഇനീക്വാളിറ്റീസ് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനോ അതിനെ റിപ്രസെൻറ്റ് ചെയ്യാനോ HDIക്ക് വേണ്ട വിധത്തിൽ സാധിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് കേരളത്തിലെ ലിറ്ററസി റേറ്റ് ഏതാണ്ട് 94% ആണ്. അപ്പം മറ്റുള്ള സ്റ്റേറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഉത്തർപ്രദേശിൻ്റെയോ ബീഹാറിൻ്റെയോ കാര്യത്തിൽ ഇതല്ല സ്ഥിതി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും. അതായത് രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇവയെ മനസ്സിലാക്കാൻ HDIക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ക്രിറ്റിസിസം. Second one, critics argue that the equal weighting between the three main components is rather arbitrary. അതായത് നമ്മുടെ 3 കോമ്പണൻസ്, ലൈഫ് എക്സ്പെക്റ്റൻസി, എഡ്യൂക്കേഷൻ, ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഈ 3 പ്രധാന ഘടകങ്ങൾ തമ്മിലുള്ള തുല്യ വെയിറ്റേജ് തികച്ചും ഏകപക്ഷീയമാണെന്നാണ് വിമർശകർ വാദിക്കുന്നത്. Then the third criticism, development is largely about freedom, but the index does not directly measure this. For example, access to the internet might be regarded by many as a freedom which improves the quality of people's lives. അതായത് വികസനം കൂടുതലും സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്, പക്ഷേ ഈ ഒരു ഇൻഡെക്സ് ഇത് നേരിട്ട് അളക്കുന്നില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇൻ്റർനെറ്റിലേക്കുള്ള പ്രവേശനം, നമ്മുടെ എക്കോണമി തന്നെ ഒരു ഇൻ്റർനെറ്റ് ഗ്ലോബൽ എക്കോണമി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള പ്രവേശനം ആളുകളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന അതിനെ പലരും ഒരു ഫ്രീഡം ആയിട്ട് കണക്കാക്കിയേക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, ആസ് വിത്ത് ദ നാരോ മെഷർ ഓഫ് ലിവിങ് സ്റ്റാൻഡേർഡ്സ് GDP പെർ കാപ്പിറ്റ ദർ ഈസ് നോ ഇൻഡിക്കേഷൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. അതായത് ജീവിത നിലവാരത്തിൻ്റെ ഒരു ഇടുങ്ങിയ അളവുകൾ പോലെ പ്രതിശീർഷ വരുമാനം വിതരണത്തിലും യാതൊരു സൂചനയും ഇല്ല എന്നുള്ളതാണ്. ദർ ഈസ് നോ ഇൻഡിക്കേഷൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. On the fifth criticism, in addition, the HDI excludes many aspects of economic and social life that could be regarded as contributing to or constraining development, such as crime, corruption, poverty, deprivation, and the negative externalities. നമുക്കറിയാം ഒരുപാട് കുറ്റകൃത്യങ്ങളുണ്ട്, അഴിമതി, ദാരിദ്ര്യം, പിന്നെ നെഗറ്റീവ് ബാധ്യതകൾ. അപ്പോൾ ഇതെല്ലാം നിയന്ത്രിക്കുന്ന, അതായത് ക്രൈം, കറപ്ഷൻ, പോവർട്ടി, ഡിപ്രൈവേഷൻ ആൻഡ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് എന്നിവ നിയന്ത്രിക്കുന്നതോ ആയി കണക്കാക്കാവുന്ന ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ പല വശങ്ങളും, അതായത് വികസനത്തിന് എതിരായി നിൽക്കുന്ന പല വശങ്ങളും ഉണ്ട്.
അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം HDI ഒഴിവാകുക, എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് HDIയുടെ മേജർ ക്രിറ്റിസിസംസ് ആയിട്ട് പറയുന്നത്. And the fifth point, Human Poverty Index. The Human Poverty Index is an indication of the standard of living in a country developed by the United Nations (UN) to complement the Human Development Index (HDI) and was first reported as part of the Human Development Report in 1997. In 1997 ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. HDIക്ക് പകരം വന്നതാണ് HPI. ഇറ്റ് മെഷേഴ്സ് ദ ഷോർട്ട് ഫോൾ ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ കൺട്രിയിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ പോവർട്ടി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. HDIയുടെ കോംപ്ലിമെന്റ് ആയിട്ടാണ് യുണൈറ്റഡ് നാഷൻ ഡെവലപ്പ് ചെയ്തത് HPI. അതായത് HDI ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ HPI പ്രധാനമായിട്ടും കാണിക്കുന്നത് ഈ ഡിപ്രൈവ്ഡ് കൺട്രീസിൽ എത്രത്തോളം ഡിപ്രൈവേഷൻ ഉണ്ട് എന്നതാണ്. It was considered to better reflect the extent of deprivation in developed countries compared to the HDI. It tries to arrive at an aggregate judgment on the extent of poverty in an economy. It is a non-income measure. ഇതൊരു non-income measurement കൂടിയാണ്. Then, moving on the next slide, indicators. The HPI concentrates on the deprivation in the three essential elements of human life already reflected in the HDI. അതായത് 3 എസെൻഷ്യൽ എലമെന്റ്സ് ആണ് HPIയിൽ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. വാട്ട് ആർ ദേ? ഫസ്റ്റ് വൺ ലോഞ്ചിവിറ്റി, and the second one knowledge, and the third one a decent standard of living. The HPI is derived separately for developing countries, that is HPI-1, and a group of selected high-income OECD countries, that is HPI-2, to reflect socio-economic differences and the widely different measures of deprivation in the two groups. ഈ HPI ഡെവലപ്പിംഗ് കൺട്രീസിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ HPI-1 എന്ന് പറയുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺലി. And the second point, HPI-2 indicates a group of selected high-income OECD countries. അതായത് ഒരു സെലക്റ്റഡ് ഹൈ ഇൻകം OECD കൺട്രീസിനെ കൂടി ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് HPI-2 കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഈ രണ്ട് ഗ്രൂപ്പ്സിനും എത്രത്തോളം ഡിപ്രൈവേഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക് ഡിഫറൻസസ് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഡിവിഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. Then we have already discussed in the previous slide, there are mainly 3 major components of HPI, that is longevity, knowledge and a decent standard of living. ഇനി ഇത് HPI-1നും HPI-2നും ഡിഫറൻ്റ് ആണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലോഞ്ചിവിറ്റി. ഇൻ ദ കേസ് ഓഫ് HPI-1, പ്രോബബിലിറ്റി ഓഫ് നോട്ട് സർവൈവിങ് അറ്റ് ദ ഏജ് ഓഫ് 40, അതായത് 40 വയസ്സ് വരെ സർവൈവ് ചെയ്യുന്നില്ലാത്തതിൻ്റെ പ്രോബബിലിറ്റി ആണ് HPI-1ന്, അതായത് ഡെവലപ്പിംഗ് നാഷൻസിനകത്ത് നോക്കുന്നത്. Then next deals with HPI-2, that is probability at birth not surviving to the age of 60. ഇവിടെ നമ്മൾ 60 ആണ് ഏജ് ലിമിറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നോളജ്. In the case of HPI-1, looking at the adult literacy rate, and HPI-2 deals with the percentage of adult lacking literacy skill. അതായത് ലിറ്ററസി സ്കിൽ ഇല്ലാത്ത എത്ര പെർസെൻറ്റേജ് ഓഫ് അഡൽട്ട് ഉണ്ട്, അല്ലെങ്കിൽ പ്രായപൂർത്തിയായ എത്ര അഡൽട്സിന് ലിറ്ററസി സ്കിൽ ഇല്ല എന്നതാണ് HPI-2ൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് ദാറ്റ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ്. The case of HPI-1 deals with the percentage of the population not using unimproved water and children under weight of their age. അതായത് ശുദ്ധമായിട്ടുള്ള വെള്ളം ലഭിക്കാത്ത പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷനെയും
അണ്ടർവെയ്റ്റ് ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ HPI-1 കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ കേസ് ഓഫ് HPI-2 മെഷർ പെർസെൻറ്റേജ് ഓഫ് ദി പോപ്പുലേഷൻ ലിവിങ് ബിലോ ദ പോവർട്ടി ലൈൻ. അതായത് ഒരു മിനിമം സബ്സിസ്റ്റൻസ് ലെവൽ ഇല്ലാത്ത പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷനെ HPI-2 കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്ന ആളുകളെയാണ് ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് വി മൂവിങ് ഓൺ അനദർ സ്ലൈഡ്. Human Development Report 2009 used the following variables for calculating HPI. The formula to calculate HPI-1 is as follows. അതായത് HPI-1 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് HPI-1 is equal to 1/3 into P1 raised to alpha plus P2 raised to alpha plus P3 raised to alpha whole divided by 1 by alpha, where P1 is the probability at birth not surviving to age 40. അതായത് 40 വയസ്സ് വരെ സർവൈവ് ചെയ്യാത്ത ലോഞ്ചിവിറ്റിയെയാണ് നമ്മൾ P1 ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെൻ P2 ഈസ് അഡൽട്ട് ലിറ്ററസി റേറ്റ്. P3 underweighted average of population not using an improved water source and children underweight for age. ആൽഫ ഈസ് ഈക്വൽ ടു 3. അത് ആവറേജിൻ്റെ ബേസിലാണ് നമ്മൾ 3 എടുത്തിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ദ ഫോർമുല യൂസ് ടു കാൽക്കുലേറ്റ് ദ HPI-2 ഈസ് ആസ് ഫോളോസ്. HPI-2 നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും സെലക്റ്റഡ് ഹൈ ഇൻകം OECD കൺട്രീസിനെ കൂടി ഡെപിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ HPI-2ൻ്റെ ഫോർമുല എന്താണെന്ന് നോക്കാം. 1/4 ഇൻറ്റു P1 raised to alpha plus P2 raised to alpha plus P3 raised to alpha plus P4 raised to alpha whole divided by 1 by raised to alpha, where P1 is the probability at birth not surviving to age 60. ഇവിടെ 60 വയസ്സ് വരെ സർവൈവ് ചെയ്യാത്ത ലോഞ്ചിറ്റിയാണ് നമ്മൾ P1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ P2 ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് അഡൽട്ട് ലാക്കിംഗ് ഫങ്ഷണൽ ലിറ്ററസി സ്കിൽസ്. P3 denotes percentage of population below income poverty line. P4 denotes rate of long-term unemployment, that is lasting 12 months or more. അതായത് ഒരു വർഷത്തോളം അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ P4 കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആൽഫ ഈസ് ഈക്വൽ ടു 3. അതായത് ഈക്വൽ വെയിറ്റേജ് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 ആണ് ഈക്വൽ വെയിറ്റേജ് കൊടുക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. അതിനു മുന്നേ ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. The human poverty index has only limited utility because it combined average deprivation levels for each dimension and thus could not be linked to any specific group of people. അതായത് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സിൽ ഓരോ ഡയമെൻഷൻസിൻ്റെയും ആവറേജ് ആണ് എടുത്തിരിക്കുന്നത്. സോ ഇത് ഒരിക്കലും ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണിലോട്ട് ലിങ്ക് ചെയ്ത് പറയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സിൻ്റെ മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. സോ അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇൻ 2010 ഇറ്റ് വാസ് സപ്ലാന്റഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. 2010 യുണൈറ്റഡ് നേഷൻ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ദ മൾട്ടി dimensional poverty index is the product of the multidimensional poverty head count, that is the share of people who are multidimensionally poor and the average number of deprivations each multidimensionally poor household experiences. അതായത് നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2010 ഈ HPIനെ MPI ആയിട്ട് റീപ്ലേസ് ചെയ്യുകയും, കാരണം MPIയിൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിലാണ് which directly measure the combination of deprivation that each household experiences. ഇവിടെ ഗ്രൂപ്പ് ആയിട്ടുള്ള ഡിപ്രൈവേഷൻ നോക്കിയിട്ടാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. ഇതിനകത്ത് ട്രഡീഷണൽ മോണിറ്ററി ബേസ്ഡ് പോവർട്ടി മെഷർമെൻറ്റിൻ്റെ കൂടെ തന്നെ ഓരോ വ്യക്തിയും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് എഡ്യൂക്കേഷനിലായിക്കോട്ടെ, ഹെൽത്തിലായിക്കോട്ടെ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലായിക്കോട്ടെ, അതിലെല്ലാം ഉള്ള അക്യൂട്ട് ഡിപ്രൈവേഷൻ കൂടി ഇതിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജ്. ഇൻ മോസ്റ്റ് ഓഫ് ദീസ് കൺട്രീസ് more than
1/3 of the population suffers from multidimensional poverty. HDR 2011 estimates MPI for 109 countries. The estimate shows that condition in countries falling in medium human development countries and low human development countries are particularly bad. In India, 53.7% of the population, that is, as many are. And the next categorization ആണ്. ഇതിന് ഓരോ ഡയമെൻഷനും അവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് ഹെൽത്ത്, ന്യൂട്രീഷൻ ആൻഡ് ചൈൽഡ് മോർട്ടാലിറ്റി. ദെൻ എഡ്യൂക്കേഷൻ്റെ കേസിൽ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ആൻഡ് സ്കൂൾ അറ്റൻഡൻസ്. ആൻഡ് ദ തേർഡ് കേസ് ലിവിങ് സ്റ്റാൻഡേർഡ്. ലിവിങ് സ്റ്റാൻഡേർഡിൻ്റെ കേസിലാണെങ്കിൽ കുക്കിംഗ് ഫ്യൂവൽ, സാനിറ്റേഷൻ, ഡ്രിങ്കിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി, ഹൗസിംഗ്, അസറ്റ്സ്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ബേസിലാണ് ഓരോ കൺട്രിയും മൾട്ടി ഡയമെൻഷനലി പുവർ ആണോ റിച്ച് ആണോ എന്ന് നോക്കുന്നത്. ദ നെക്സ്റ്റ്, ഹൗ ഡു യു കാൽക്കുലേറ്റ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്? The multi-dimensional poverty index uses the Alkire and Foster in 2011 method. The formula for measuring this index is M0 is equal to H into A. First point, H indicates the incidence or the head count ratio, which means the percentage of people who are poor. അതായത് എത്രത്തോളം പെർസെൻറ്റേജ് ആളുകൾ പുവർ ആണ് എന്നുള്ളതാണ് എച്ച് എന്ന ഫസ്റ്റ് ഇൻഡിക്കേറ്ററിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ്, ഇൻറ്റൻസിറ്റി ഓഫ് പീപ്പിൾസ് ഡിപ്രൈവേഷൻ, ദാറ്റ് ഡിനോട്ട്സ് എ, വിച്ച് മീൻസ് ദ ആവറേജ് ഷെയർ ഓഫ് ഡയമെൻഷൻസ്, ദാറ്റ് ഈസ് proportion of weighted deprivations. People suffer at the same time. It shows the joint distribution of their deprivations. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് സഫർ ചെയ്യുന്ന ഗ്രൂപ്പിലെ ആളുകളുടെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവരുടെ ആവറേജ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹാപ്പിനെസ് ഇൻഡെക്സ്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്. ഇത് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടില്ല, പക്ഷെ എന്നാലും നമ്മളിതൊരു അറിഞ്ഞിരിക്കേണ്ട കാര്യമായതുകൊണ്ട് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. Happiness is an aspiration of every human being and it can also be a measure of social progress by World Happiness Report 2013. ലോകത്തെ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ജനതയുടെ ഹാപ്പിനെസ്സിന് അല്ലെങ്കിൽ സന്തുഷ്ടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നതിൻ്റെ ഒരു ഇൻഡെക്സ് ആണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. 2011 യുണൈറ്റഡ് നാഷൻസ് ഈ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും 2012 ഈ ഒരു വിഷയത്തിന് അംഗീകാരം നേടുകയും ചെയ്തു. അന്നത്തെ യുണൈറ്റഡ് നാഷൻസ് സെക്രട്ടറി ആയിരുന്ന ബാങ് കി മൂണും ഭൂട്ടാൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ജിഗ്മെ തിൻലിയും കൂടിയാണ് ഈ ഒരു ആശയം കൊണ്ടുവരികയും നടപ്പിലാക്കുകയും ചെയ്തത്. ദ ഡെഫിനിഷൻ ഓഫ് ദി ഹാപ്പിനെസ് ഇൻഡെക്സ് originates from Bhutanese Gross National Happiness Index. It's a key measure of social progress index and it is a multi-dimensional measure എന്ന് കൂടി നമുക്ക് പറയാം. In 1972, Bhutan started prioritizing happiness over other factors such as wealth, comfort and economic growth. അതായത് 1971 ഭൂട്ടാൻ ഹാപ്പിനെസ്സിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തു. ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ആ രാജ്യത്തെ ആളുകളുടെ ഹാപ്പിനെസ്സിനും കൂടി കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് അവിടുത്തെ രാജ്യങ്ങൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുകയാണ് ചെയ്തത്. According to Happiness Index of 2018, the happiest countries in the world are ഫിൻലാൻഡ് ആണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. ദെൻ നോർവേ, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ്സ്, കാനഡ, ന്യൂസിലാൻഡ്, സ്വീഡൻ, ഓസ്ട്രേലിയ. ഇപ്പോൾ 156ഓളം രാജ്യങ്ങൾ ഇതിൽ അംഗങ്ങളാണ്. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഫിൻലാൻഡിലാണ് ടോപ്പ് പൊസിഷനായിട്ട് നിൽക്കുന്നത്. ഇന്ത്യയുടെ സ്ഥാനം 140ആണ്. ദി മേജർ ഡൊമൈൻസ് യൂസ്ഡ് ഇൻ ദി സ്റ്റഡി ഓർ ഹാപ്പിനെസ് ഇൻഡെക്സ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ആണ്. പ്രധാനമായിട്ടും 9 വേരിയബിൾസ് ആണുള്ളത്. സൈക്കോളജിക്കൽ വെൽബീയിങ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, കൾച്ചർ, ടൈം യൂസ്, എക്കോളജിക്കൽ ഡിവേഴ്സിറ്റി, ലിവിങ് സ്റ്റാൻഡേർഡ്സ്, ഗുഡ് ഗവേണൻസ്, കമ്മ്യൂണിറ്റി വൈറ്റാലിറ്റി. ഇതൊക്കെയാണ് മേജർ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ മൂവിങ് ഓൺ ദി നെക്സ്റ്റ് സ്ലൈഡ്, the sixth point, Gender Related Development Index. The Gender Related Development Index, GDI, was introduced in 1995 in the Human Development Report written by the United Nations Development Program.
1995 ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് യുണൈറ്റഡ് നാഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ജെൻഡർ റിലേറ്റഡ് ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് മെഷേഴ്സ് ദ എബിലിറ്റി ഓഫ് വുമൺ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് അച്ചീവിംഗ് ഇംപ്രൂവ്മെന്റ്. മെയിനായിട്ട് വുമണിനെ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു, അവരെത്രത്തോളം എംപവേർഡ് ആയി ഇംപ്രൂവ് ചെയ്തു എന്നതിൻ്റെ ബേസിലാണ് ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ എയിം ഓഫ് ദീസ് മെഷർമെന്റ്സ് ഈസ് ടു ആഡ് ജെൻഡർ സെൻസിറ്റീവ് ഡയമെൻഷൻ ടു ദി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ദ ഫസ്റ്റ് മെഷർമെന്റ് ദാറ്റ് ദേ ക്രിയേറ്റഡ് ആസ് ദ റിസൾട്ട് വാസ് ദി ജെൻഡർ റിലേറ്റഡ് ഡെവലപ്മെന്റ് ഇൻഡെക്സ്. GDI is defined as distribution sensitive measure that accounts for human development impact of existing gender gaps in the three components of the HDI. അതായത് വുമണിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെൻ ആൻഡ് വുമണിനെയും ഒരു ഈക്വൽ ആയിട്ട് കൊണ്ടുവരാൻ, ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വുമണിനെ പൊളിറ്റിക്കലി, എക്കണോമിക്കലി, സോഷ്യലി എംപവേർഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇറ്റ് മെഷേഴ്സ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആസ് HDI ഡസ് ബട്ട് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ഇനീക്വാലിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. മെന്നും വുമണും തമ്മിലുള്ള, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഇനീക്വാലിറ്റി കുറച്ച് കൊണ്ടുവരിക, സ്ത്രീക്ക് പുരുഷനോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് നിലനിൽക്കുന്നത്. Then definition and calculation. The UNDP in its HDR report, Human Development Report in 1995 has introduced GDI as a measure of economic development. The GDI is often considered a gender sensitive extension of the HDI. It addresses gender gaps in life expectancy, education and income. പ്രധാനമായിട്ടും മെൻ ആൻഡ് വുമൺ കമ്പാരിസൺ വരുമ്പോൾ സ്ത്രീകൾ ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ കേസിലും എഡ്യൂക്കേഷൻ്റെ കേസിലും ഇൻകത്തിൻ്റെ ബേസിലും എത്രത്തോളം ജെൻഡർ ഗ്യാപ്സ് അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ബേസിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. GDI attempts to capture achievements through the same set of basic capabilities as included in the HDI, like life expectancy, educational attainment and income, but adjusted the HDI for gender inequality. So in terms of life expectancy, the GDI assumes that women will live an average of 5 years longer than men. Additionally, in terms of income, the GDI considers income gaps in terms of actual earned income. Then gender empowerment measurement, GEM. The GEM captures gender inequality in 3 key areas. പ്രധാനമായിട്ടും 3 കീ ഏരിയാസിലൂടെ നമുക്ക് ജെൻഡർ ഇനീക്വാലിറ്റി ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ദ ഫസ്റ്റ് പോയിന്റ്, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പവർ, വുമൺസ് ആൻഡ് മെൻസ് പെർസെൻറ്റേജ് ഷെയർ ഓഫ് പാർലമെന്ററി സീറ്റ്സ്. അല്ലേ, ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ മെന്നിനും വുമണിനും എത്രത്തോളം ഉണ്ട്, എത്രത്തോളം പെർസെൻറ്റേജ് ഓഫ് സീറ്റ്സ് പാർലമെന്റിൽ വുമണിനും മെന്നിനും അവൈലബിൾ ആണ്. Then second point, economic participation and decision making power measured especially by 2 indicators. And the first point, men and female percentage share of positions as legislators, senior officials and managers. And the second point, men and female percentage share of professional and technical positions. And the third point, power over economic resources as measured by female and men estimated earned income. അതായത് വുമണിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു, മെൻ ആൻഡ് വുമൺ ഇക്വാലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും പൊളിറ്റിക്കൽ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് പവർ ഓവർ എക്കണോമിക് റിസോഴ്സസ് മുതലായവയാണ് ഇതിൽ മെഷർ ചെയ്യുന്നത്. ആൻഡ് സെവൻത്ത് ഓർ ലാസ്റ്റ് പോയിന്റ്, ഡിപ്രൈവേഷൻ ഇൻഡെക്സ്. ഹ്യൂമൻ ഡിപ്രൈവേഷൻ ഇൻഡെക്സ് is a composite index and it is used for measuring the multi-dimensions of deprivation. അതായത് വിദ്യാഭ്യാസം, പണം, പാർപ്പിടം, അവകാശം, ആരോഗ്യം തുടങ്ങിയവയുടെയൊക്കെ ഇല്ലായ്മ കൊണ്ടുള്ള ക്ലേശമാണ്. ഇതെല്ലാം നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റിന് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ആണ്. ഇറ്റ് ഓൾസോ ഷോസ് ദ ലിമിറ്റേഷൻസ് ഇൻ ഡിസ്ട്രിബ്യൂട്ടിംഗ് the fruits of development among people and achievements in 3 most important basic human needs: income, health and education. To represent the dimensions of human deprivation, important variables are chosen from these aspects because income, health and education are important for human development. നമുക്കറിയാം, നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 3 ഘടകങ്ങളാണ്, ആസ്പെക്റ്റുകളാണ് ഇൻകവും ഹെൽത്തും എഡ്യൂക്കേഷനും എന്ന് പറയുന്നത്. ഇതിലുണ്ടാവുന്ന ഡിപ്രൈവേഷൻ,
ഇല്ലായ്മ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റിനെ അഡ്വേഴ്സ് ആയിട്ടാണ് അഫക്ട് ചെയ്യുന്നത്. ദിസ് മെഷർ ടുക്ക് ദ ഫോം ഓഫ് ഡിപ്രൈവേഷൻ ഇൻഡെക്സ് ആസ് ഔട്ട്ലൈൻഡ് ഹിയർ ആൻഡ് ബേസ്ഡ് ഓൺ ദി സജഷൻസ് ഓഫ് ബ്രിട്ടീഷ് റിസർച്ചർ പീറ്റർ ടൗൺസെൻഡ്. ഡിപ്രൈവേഷൻ ടേക്സ് ടു ഫോംസ്. ബ്രിട്ടീഷ് റിസർച്ചർ ആയിട്ടുള്ള പീറ്റർ ടൗൺസെൻഡ് ഡിപ്രൈവേഷനെ പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്, മെറ്റീരിയൽ എന്നും സോഷ്യൽ എന്നും. വൈൽ മെറ്റീരിയൽ ഡിപ്രൈവേഷൻ റിഫ്ലെക്ട്സ് ദ ലാക്ക് ഓഫ് എവറിഡേ ഗുഡ്സ് ആൻഡ് കമോഡിറ്റീസ്, അതായത് നമുക്ക് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് കമോഡിറ്റീസിൻ്റെ ഇല്ലായ്മ. ദെൻ ദ സോഷ്യൽ ഡിപ്രൈവേഷൻ റിഫേഴ്സ് ടു ദി ഫ്രാജിലിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ സോഷ്യൽ നെറ്റ്വർക്ക് ഫ്രം ദി ഫാമിലി ടു ദി കമ്മ്യൂണിറ്റി. ഫാമിലിയിലും കമ്മ്യൂണിറ്റിയിലും നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിലും ഉള്ള ഫ്രാജിലിറ്റിയാണ് സോഷ്യൽ ഡിപ്രൈവേഷൻ എന്ന് പറയുന്നത്. ദെൻ മേജർ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡിപ്രൈവേഷൻസ്. Human Deprivation Index is a composite index based on income, health, educational deprivations. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇൻകത്തിലും ഹെൽത്തിലും എഡ്യൂക്കേഷനിലുമുള്ള ഒരു കോമ്പോസിറ്റ് ഇൻഡെക്സ് ആണ് നമ്മൾ ഹ്യൂമൻ ഡിപ്രൈവേഷൻ ഇൻഡെക്സിൽ മെഷർ ചെയ്യുന്നത്. ഫോർ ദ അനാലിസിസ്, ഹ്യൂമൻ ഡിപ്രൈവേഷൻ ഇൻഡെക്സ് ഗീവ്സ് ഈക്വൽ വെയിറ്റേജ് ഫോർ ദീസ് 3 ഡിപ്രൈവേഷൻസ്. ഈ 3 കാര്യത്തിലും, ഇൻകത്തിലായിക്കോട്ടെ, ഹെൽത്തിലായിക്കോട്ടെ, എഡ്യൂക്കേഷണൽ പെർസ്പെക്റ്റീവ് ആയിക്കോട്ടെ, ഈ 3 ഇൻഡെക്സിലും ഈ 3 ഇൻഡിക്കേറ്റേഴ്സിലും ഈക്വൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് എങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് മീൻസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ദർ ഈസ് ലോട്ട് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ദീസ് ഡിപ്രൈവേഷൻസ്. ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ഇത് 3 മാത്രമല്ല. For example, per capita income, then percentage of population living below poverty line, unemployment, anemia among children and mother, undernourished children, infant mortality rate, maternal mortality rate, birth rate, death rate, immunization achievement, availability of health facilities, illiteracy, dropout, student-teacher ratio, and finally availability of educational facilities. ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, പക്ഷെ അതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് ഈ ഡിപ്രൈവേഷൻ ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. Then moving to the next slide. Deprivation Index, it is a composite index of 3 components. They are, first point, percentage of population living below poverty line. First consider ചെയ്യുന്നത് population poverty line താഴെയുള്ള populationന്റെ പെർസെൻറ്റേജിനെയാണ്. That is head count index, which is used as the measure of income deprivation. Then literacy ആണ്, which is used as the measure of educational deprivation. Then third point, infant mortality rate is used as the measure of health deprivation. And the next, 5 core dimensions of poverty. According to the World Bank, there are 5 core dimensions of poverty reflect the deprivation of human capabilities. The first one, economic, second one, human, and the third point, political, fourth point, socio-cultural, and the fifth point, protective. In the economic index, the income, livelihood, and decent works perspectives are considered. In the human perspective, especially focused on health and education. And the political perspective, empowerment, rights, voice. Socio-cultural aspects including status, dignity. And finally, protective measures, insecurity, risk, and vulnerability. Among all these deprivations, income, health, education deprivations are taken for this analysis. പ്രധാനമായിട്ടും 5 ഡയമെൻഷൻസിലാണ്, 5 കോർ ഡയമെൻഷൻസിലാണ് വേൾഡ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം പോവേർട്ടിയെ അളക്കുന്നത്. എക്കണോമിക്കലി, ഹ്യൂമൻ പെർസ്പെക്റ്റീവ്, പൊളിറ്റിക്കൽ, സോഷ്യോ കൾച്ചറൽ ആൻഡ് പ്രൊട്ടക്റ്റീവ്. ഈ എല്ലാ ഡയമെൻഷൻസിലും പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻകത്തിലും ഹെൽത്തിലും എഡ്യൂക്കേഷനിലുമാണ്. Here, income poverty is the main cause for ill health and illiteracy. നമുക്കറിയാം, ഇൻകം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതാണ് വൺ ഓഫ് ദ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്, മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇൽ ഹെൽത്ത് ആൻഡ് ഇല്ലിറ്ററസിക്കുള്ള. ലൈക്ക് ദാറ്റ് ഇൽ ഹെൽത്ത് ആൻഡ് ഇല്ലിറ്ററസി ലീഡ്സ് ടു പോവേർട്ടി. അത് നമ്മളെ പോവേർട്ടിയിലേക്ക് നയിക്കുകയും ചെയ്യും. ലോ ഇൻകം, ഇൽ ഹെൽത്ത്, ഇല്ലിറ്ററസി ആർ ദ കീ ഡയമെൻഷൻസ് ഓഫ് പോവേർട്ടി. Rising the income of the poor alone might not be enough to reduce poverty without improvements in the health and education of the poor. So, with income, health and education determines human development. Like that, deprivation in income, health and education suffers people severely.
നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് വരുമാനവും ആരോഗ്യവും വിദ്യാഭ്യാസവും എന്ന് പറയുന്നത്. ഈ 3 ഫാക്ടേഴ്സിൽ ഉണ്ടാവുന്ന പോരായ്മ നമ്മുടെ എക്കോണമിയെ തന്നെ നമ്മുടെ പോവേർട്ടിയിലേക്ക് നയിക്കുകയും ചെയ്യും. Hence, these deprivations are getting priority in this analysis. Human Deprivation Index is more comprehensive for evaluating the deprivation even within subnational level. It is an appropriate index for cross-country analysis also. Since poverty is a multi-dimensional phenomena, indicators which are used to analyze it should also be multi-dimensional. നമുക്കറിയാം പോവേർട്ടി എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡയമെൻഷണൽ ആസ്പെക്ട്സ് ആണ്. അത് കൂടുതലായിട്ട് നമ്മൾ ഇറ്റ് ഈസ് ആൻ അപ്രോപ്രിയേറ്റ് ഇൻഡെക്സ് ഫോർ ക്രോസ് കൺട്രി അനാലിസിസിന് കൂടി നമ്മൾ അപ്രോപ്രിയേറ്റ് ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഹെൻസ് ഇൻ അസസിങ് പോവേർട്ടി, നോൺ ഇൻകം ആസ്പെക്ട്സ് ഓഫ് പോവേർട്ടി സച്ച് ആസ് ഡിപ്രൈവേഷൻസ് ഇൻ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഹാവ് also to be included.